എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയ ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 3 പഴം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതും ഒരു 1/2 കപ്പ് റവയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചതിന് ശേഷം പാത്രം വെച്ച് അതിലോട്ടേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. പഴം നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ നല്ല പഴുത്ത പഴം എടുക്കാനും ശ്രമിക്കുക. എൻ്റേത് കുറച്ച് പഴുപ്പ് കുറവാണ്, നിങ്ങൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത റവ വേണമെങ്കിലും ഉപയോഗിക്കാം, വറുക്കാത്ത വേണമെങ്കിലും എടുക്കാം. ഞാൻ വറുക്കാത്തതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് രണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് റവ ഒന്ന് വെന്ത് വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് ചൂടായി രണ്ടും നന്നായിട്ടൊന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങയുടെ കളർ മാറണമെന്നൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മാത്രം മതി. അപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പാൽ വേണമെങ്കിൽ പാൽ ചേർക്കാം, തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അതൊരു കപ്പ് എടുത്ത് വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് വെള്ളമൊക്കെ വറ്റി ഒന്ന് മൂന്നും ചേർന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി ഒന്ന് ചൂടാറാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം ചെറിയ ബോൾസുകളാക്കി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ബോൾസ് തന്നെ ആക്കണം നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് ആകൃതിയിൽ വേണമെങ്കിലും ആക്കി മാറ്റി വെക്കാം. ബോൾസൊക്കെ റെഡിയായ ശേഷം നമുക്ക് ഇത് അങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം. ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനായി നമുക്ക് ആദ്യം പാനൊന്ന് അടുപ്പിലേക്ക് വെക്കാം. പാനൊന്ന് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗം കൂടി ഒന്ന് ക്രിസ്പി ആവാനുണ്ട്. ഈ സമയത്ത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഹെൽത്തിയായ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുതേ. അപ്പോൾ ഇനി രുചിയേറും വിഭവങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.